അലൈക്കും. അങ്ങനെ ഒരു പേര് ദോശ ഉണ്ടെന്നുണ്ടെങ്കിലേ ഇന്ന് കൊമ്പങ്കാട് കോയാണ് മാറ്റും. അതിന് ഞാനാണ് തോന്നാലും മതി നടക്കാണ്ട്. എനിക്ക് എന്താ വേണ്ട വാച്ചും കൂളി ഗ്ലാസും. हिंदू धर्म में साफ लिखा है सत्य के साथ खड़ा होना चाहिए. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ അങ്ങനെ അങ്ങോട്ട് പോയാലോ. എന്റെ പേരുണ്ട്. എന്താ എന്റെ പേര്? എനിക്കറിയില്ല. ലാലി. എങ്ങനെ? ലാലി. മിടുക്കൻ. पूरे हिंदू समाज को हिंसक कहना ये गंभीर विषय. ചിരിക്കുകയാണോ കരയുകയാണോ? बीजेपी को आपको नहीं 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 नरेंद्र मोदी जी पूरा हिंदू समाज नहीं है. തെണ്ടികളൊക്കെ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത്? കുറ്റസമ്മതം നടത്തി അല്ലേ? ഇത് ഞാൻ എന്റെ അമ്മ കൊടുത്ത വാക്കാ. बीजेपी पूरा हिंदू समाज नहीं है. आरएसएस पूरा हिंदू समाज नहीं है. അവൻ കൊണ്ടുപോയിട്ടാ എഡ്യൂക്കേഷൻ. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിന്റെ ഉറച്ച ശബ്ദമാണ് പാർലമെന്റിൽ നിന്ന് ഇന്ന് കേട്ടത്. 10 വർഷത്തിനിടെ പരിചിതമല്ലാത്തിരുന്ന കാഴ്ച. പ്രതിപക്ഷ നേതാവായതിനു ശേഷമുള്ള പാർലമെന്റിലെ രാഹുൽ ഗാന്ധിയുടെ കന്നിപ്രസംഗം. ഇന്ത്യൻ ആശയം ആക്രമിക്കപ്പെട്ടെന്നും അതിന് അയോധ്യ തന്നെ ബിജെപിക്ക് മറുപടി നൽകിയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കുരിശായല്ലോ. അവയുടെ കുരിശ് തന്നെയാണ്. അതേ തൊട്ട് കളിച്ചാൽ ഗീവർഗീസ് പുണ്യാളനാണ്. നീറ്റ് ക്രമക്കേട്, അഗ്നിവീർ, മണിപ്പൂർ, കർഷക അവഗണന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിയായിരുന്നു രാഹുലിന്റെ കടന്നാക്രമണം. നരേന്ദ്രമോദി സർക്കാരിന്റെ വീഴ്ചകൾ എണ്ണി പറഞ്ഞുള്ള പ്രസംഗം. മോദിക്ക് മാത്രമല്ല അമിത്ഷായ്ക്കും കിരൺ റിജ്ജുവിനും രാജ്നാഥ് സിംഗിനും വരെ രാഹുലിന്റെ വിമർശന ശരങ്ങൾ ഏൽക്കേണ്ടി വന്നു. തനിക്ക് എന്താ വേണ്ടത്? ബിസി മാൻ. എനിക്ക് നിന്ന് തിരിയാൻ സമയമില്ല. വിരോധത്തിലാകുന്ന ഭരണപക്ഷത്തെ ഇന്ന് കണ്ടു. രാഹുലിന്റെ വിമർശനത്തെയും പരിഹാസത്തെയും ചെറുക്കാൻ ഭരണപക്ഷ എംപിമാർ ഒന്നടങ്കം രംഗത്തെത്തി. എന്താ പേര് പറഞ്ഞത്? ഞാൻ നിങ്ങളോട് പേര് പറഞ്ഞില്ലല്ലോ. അല്ല, എന്താ പേര്? ഐ ആം ഡോക്ടർ രാമമൂർത്തി, MBBS, FRCS, FROG, ലണ്ടൻ. അമിത്ഷാ മുതൽ രാജ്നാഥ് സിംഗ് വരെ മാറി മാറി പ്രതിരോധിക്കാൻ ശ്രമിച്ചു. ആദ്യം ഭരണഘടനയുടെ പതിപ്പ് ഉയർത്തിക്കാട്ടിയ രാഹുൽ പിന്നീട് പ്രസംഗത്തിനിടെ ദൈവങ്ങളുടെ ചിത്രങ്ങളും ഉയർത്തിക്കാട്ടി. മൈത്രിയെക്കുറിച്ച് സംസാരിക്കാൻ ബിജെപിക്ക് അവകാശമില്ലെന്ന് ആരോപിച്ചായിരുന്നു രാഹുൽ ദൈവങ്ങളുടെ ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടിയത്. ശിവൻ, ക്രിസ്തു, ഇസ്ലാമിക മതചിഹ്നം, ഗുരുനാനാക്കിന്റെ ചിത്രം എന്നിവയാണ് രാഹുൽ ഉയർത്തിക്കാട്ടിയത്. പാബ്ലോ നെരൂദയുടെ വരൂ ഈ തെരുവുകളിലെ രക്തം കാണൂ എന്ന വിഖ്യാത വരികളുമായി പിന്നാലെ മഹുവ മൊയ്ത്രയും എത്തി. മണിപ്പൂർ വിഷയം ഒന്ന് കെട്ടിയതിന്റെ ദുഃഖം സൂണേട്ടനറിയാം. അമ്മൊന്ന് പോയമ്മേ, ഇവനിതെങ്ങനെ മനസ്സിലായി? ചൂണ്ടിക്കാട്ടിയായിരുന്നു മഹുവയുടെ വിമർശനം. മഹുവ പ്രസംഗിക്കാൻ എഴുന്നേറ്റതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭ വിട്ടു. നിന്നെ ഞാൻ അന്വേഷിച്ച് നടക്കായിരുന്നു. എന്താ വിശേഷം? വിശേഷം തിരക്കാൻ നാനുണ്ടോടാ നിനക്ക്? സർ, എന്നെ കൂടി കേട്ടിട്ട് പോകൂ എന്ന് പരിഹസിച്ചു മഹുവ. 17ാം ലോക്സഭയിൽ നിന്ന് അയോഗ്യയാക്കപ്പെട്ട മഹുവ അടുത്ത ലോക്സഭയിലും താൻ ഉണ്ടാകുമെന്ന ബിജെപിയെ വെല്ലുവിളിച്ചായിരുന്നു പാർലമെന്റ് വിട്ടത്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച പോലെ അവൻ അത്ര മണ്ണുണ്ണിയല്ല. ലോക്സഭയിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. രാജ്യസഭയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിലും ഉറച്ച ശബ്ദങ്ങൾ കേട്ടു. കള്ളച്ചോറ് എന്നവന്റെ കുടലും പണ്ടവും പൊട്ടിത്തെറിക്കാറായി. അപ്പൊ ഇതിന്റെ അകത്ത് ബോംബും വെടികൊണ്ടായിരിക്കൂലേ? അത് ഇന്ന് രാവിലെ ഞാൻ എക്സർസൈസ് ചെയ്യില്ല, അതാണ്. പാർലമെന്റിൽ ചോദിക്കാൻ ആള് വന്നിരിക്കുന്നു. എന്താ നിന്റെ ഉദ്ദേശം? പണം എനിക്കൊരു പ്രശ്നമല്ല.